ലവ് ഇൻഷുറൻസ് കമ്പനി കണ്ടായിരുന്നു. ഞാൻ ഈ പറയാൻ പോകുന്ന എന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ 2.5 മണിക്കൂർ നല്ല ക്രിഞ്ച് അപരാധമായിരുന്നു. സത്യം പറയട്ടുള്ള ഞാൻ ഈ അടുത്ത കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചൊരു സിനിമയാണ്. അമ്മാതിരി ക്രിഞ്ചായിരുന്നു. ഒരു സീൻ പോലും എനിക്ക് വർക്കായിട്ടില്ല ഈ ഒരു മൂവിയിൽ. സിനിമ സ്റ്റാർട്ട് ചെയ്ത എൻഡ് വരെ ഇത് എപ്പോൾ തീർന്നാ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. കാരണം നമ്മൾ തമിഴിൽ ഒരുപാട് കാലം കണ്ടുവരുന്ന സ്ഥിരം റൊമാൻറ്റിക് ടെംപ്ലേറ്റ് തന്നെയാണ് സ്റ്റോറി. അത് ജസ്റ്റ് ഒന്ന് ഫ്യൂച്ചറിസ്റ്റിക്കിൽ കൊണ്ടുപോകണം. അതായത് സിനിമയുടെ സ്റ്റോറി നടക്കുന്നത് 2014 അന്നത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് റോം കോം, അതായത് മൊബൈലിന്റെ അധികമായിട്ടുള്ള യൂസേജ്, അതിന്റെ ഇടയ്ക്ക് ഒരു റൊമാൻസ് ആപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല വെറുപ്പിക്കലായിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു ഇന്റർവൽ പോർഷനിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഓക്കെ സെക്കൻഡ് ഹാഫ് എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് പോകുമായിരിക്കും വിചാരിച്ചോ. ഫസ്റ്റ് ഹാഫിനേക്കാൾ വെറുപ്പിക്കലായിരുന്നു സെക്കൻഡ് ഹാഫ്. ഈ ഒരു സിനിമയിൽ റൊമാൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന എല്ലാം പക്ക ക്രിഞ്ചാണ്. അല്ലാതെ ഈ സിനിമയിൽ ആക്ച്വൽ റൊമാൻസോ അല്ലെങ്കിൽ അതിന്റെ ഇമോഷൻസ് ഒന്നും എവിടെയും സംസാരിച്ച് പോകുന്നില്ല. ഈ ഒരു സിനിമയിൽ വെറുപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഉണ്ടെങ്കിലും ഞാനൊന്ന് എൻജോയ് ചെയ്ത ഒരു കാര്യമുണ്ട്. ഒരു സോങ് ആണത്, എനക്കെന്നെ യാറും ഇല്ല എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധ് പണ്ട് ചെയ്ത ഒരു സോങ്. എനിക്കൊന്ന് ഒരു 10-11 വർഷം മുമ്പ് ചെയ്തൊരു സോങ് ആണ്. 2015 ആ സോങ് റിലീസ് ചെയ്ത. ആ ഒരു സോങ് ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. മോനെ ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഭയങ്കര രസമായിരുന്നു സിനിമയിൽ കാണാനായിട്ട്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും, ഒരു സീൻ പോലും എനിക്ക് ഈ സിനിമയിൽ എവിടെയും വർക്കായിട്ടില്ല. ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന വിഘ്നേഷ് ശിവനാണ്. ഞാനും റൗഡിദാന്റെ ഡയറക്ടറാണ്. മൂപ്പരാണ് ഇങ്ങനത്തെ ഒരു അപരാധം ചെയ്തു വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന നയൻതാരയാണ്, മ്യൂസിക് ചെയ്തിരിക്കുന്ന അനിരുദ്ധാണ്, ആൻഡ് ഈ ഒരു മൂവി ക്യാമറ ചെയ്തിരിക്കുന്ന രവിവർമ്മനാണ്. ഈ ഒരു സിനിമയുടെ കാസ്റ്റ് നോക്കുവാണെങ്കിൽ പ്രദീപ്, എസ് എ സൂര്യ, മിസ്കിൻ, യോഗി ബാബു, കീർത്തി ഷെട്ടി, ഗൗരി, ഇങ്ങനത്തെ ഒരു വലിയ കാസ്റ്റ് ഉള്ള ഒരു മൂവിയാണ്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടും ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഒരു സിനിമ സമ്മാനിച്ചത്. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് പറയാനായിട്ട് വേറെ ഒന്നുമില്ല. ഒരു സിനിമയെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ സിനിമ എൻഗേജിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിന്റെ സ്റ്റോറി അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ ഒന്നും തന്നെ ഇല്ല. എന്തിനോ വേണ്ടി ചെയ്ത ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ആ ഒരു വിഷ്വലും അല്ലെങ്കിൽ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള കുറെ ഫ്രെയിംസിന്റെ അപ്പുറത്തേക്ക് സിനിമയിൽ വേറെ ഒന്നും തന്നെ ഇല്ല. ഒരു പക്ക വെറുപ്പിക്കലായിരുന്നു. ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ പീക്ക് ലെവൽ ക്രിഞ്ച് ആയിരുന്നു സിനിമ. ഇത് എന്റെ മാത്രം ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എന്തായാലും നിങ്ങൾ പോയി സിനിമ കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.